ഇത് സ്വാഭാവിക വികസനമല്ലേ കഴിഞ്ഞ 10 വർഷം കിട്ടിയതെന്നാണ് പറയുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സ്റ്റേറ്റ്മെന്റാണ് സ്വാഭാവിക വികസനം. അതല്ലേ ഈ കഴിഞ്ഞ സാമ്പത്തികമായിട്ടുള്ള വികസനം സ്വാഭാവികമായി ഞാൻ പറഞ്ഞത് ഇവിടെ വിഷയങ്ങളിൽ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് രാഷ്ട്രീയം സംസാരിക്കാതിരിക്കുകയും റോഡ് വികസനവും ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ നൽകലും ഒരുതരം ഔദാര്യമാണ് എന്ന മട്ടിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ CPM നടത്തിയിരുന്ന പ്രതികരണങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സ്വാഭാവിക വികസനം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത വാക്കുകൾ എന്റെ അടുത്ത് പറയണം. എന്താ പറയുക, സാമ്പത്തിക വികസനം എങ്ങനെയാണ്? അത് എല്ലാ ജീവിതത്തിലും എല്ലാ മനുഷ്യരിലും ഉണ്ടായ മാറ്റമാണെന്ന് നിങ്ങളോട് രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയം പറയണ്ട. അല്ലല്ല, രാഷ്ട്രീയം പറയല്ല. ഞാൻ CPM നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രതികരണത്തെ കുറിച്ചാണ് പറഞ്ഞത്, ഡോക്ടർ അരുണിനെ കുറിച്ചല്ല. ഞാനിവിടെ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇത് എന്തിനാണ് ഈ രാഷ്ട്രീയം പറയുന്നത്? നിങ്ങൾ ഇതാ റോഡുകൾ നോക്കൂ, നിങ്ങൾ ഇതാ വികസനം നോക്കൂ എന്ന മറുപടി യഥാർത്ഥ മറുപടിയല്ല എന്നേ ഞാൻ പറഞ്ഞു. ഡോക്ടർ ഔദാര്യമാണ് എന്ന് ആര് പറഞ്ഞു എന്ന് അങ്ങ് ചോദിച്ചപ്പോ ഞാൻ M.M. മണി എന്ന് പറഞ്ഞു. ഇതേ സെയിം എക്സ്പ്രഷൻ ആണ് അങ്ങ് ഇട്ടത്. അത് ഖണ്ഡിക്കുകയല്ല എന്ന് പറഞ്ഞു. പുച്ഛിക്കാണ് വേണ്ടത്. അതെന്ത് ജനാധിപത്യം? സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു മെഷീനറി നിങ്ങളുടെ ഔദാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മെഷീനറി ആണോ പറയേണ്ടത്? പാർട്ടി പറഞ്ഞു എന്നല്ലേ പറഞ്ഞില്ലേ? പാർട്ടിയുടെ ഭാഗമോ പാർട്ടി നേതാവോ അല്ലേ? പറഞ്ഞിട്ട് പിൻവലിച്ചില്ല, വാങ്ങി ശാപ്പിട്ടു എന്ന് പറഞ്ഞതിന് ശേഷം പിൻവലിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? സാധാരണക്കാരന്റെ അഭിമാന ബോധത്തെ ചോദ്യം ചെയ്തതിന് ശേഷം അയ്യോ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു എന്നാ ചോദിച്ചത്? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു M.M. മണി. സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡാണ്. എന്റെ ആറ്റിറ്റ്യൂഡാണ്. അത് തെറ്റായി വ്യാഖ്യാനിച്ചതുകൊണ്ടാണ്, അത് ജനാധിപത്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കേക്കൂ, അത് അയാൾ പിൻവലിച്ചതല്ലേ? ഒരാൾ പറയുന്ന നിലയ്ക്ക് ബഹുമാനം ഇല്ലാത്തതാകാൻ പാടില്ല. ശരി, അയാൾ അത് പിൻവലിച്ചോ ഇല്ലയോ? M.M. മണി പിൻവലിച്ചാൽ അതിന് പ്രസക്തി പറയാൻ പാടില്ലായിരുന്നു. തീർച്ചയായും പ്രസക്തിയുണ്ട്. അങ്ങനെ അവനവന്റെ അഭിപ്രായത്തിൽ ഒരാൾ കുറച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അയാളുടെ പരിമിതി. ഒരു സംശയം, ഇപ്പോൾ M.M. മണി അത് പറഞ്ഞു എന്ന നിലയിലാണോ നമ്മൾ കാണുന്നത്? M.M. മണി പറഞ്ഞതാണോ? പിൻവലിച്ചോ? പറഞ്ഞതാണോ? നിങ്ങൾ എന്താ രാഷ്ട്രീയമായി നിൽക്കാൻ കഴിയുന്ന നിയമപരമായ കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പിൻവലിക്കും. ഞാൻ പറഞ്ഞു തീരട്ടെ. ഒന്ന്, സർക്കാരിന്റെ ഭാഗമായി ഒരു പരസ്യം കാണിക്കൂ. സർക്കാർ എന്താ ഇത് ഔദാര്യമാണ് എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുമോ? സർക്കാരിന്റെ ഏതു മിഷനറിയാണ് പരസ്യം ചെയ്തത് എന്നല്ല ഡോക്ടർ അരുൺകുമാർ ചോദിച്ചത്. ആര് പറഞ്ഞു എന്നാണ്. ആര് പറഞ്ഞു? പാർട്ടിയുടെ MLA തിരുത്തി പറഞ്ഞുവല്ലോ. തിരുത്തിയത് ബാധകമല്ലേ? ബാധകമാണ്. പക്ഷെ തിരുത്തിയില്ലെങ്കിൽ മാധു പറഞ്ഞതിനോട് പൂർണ്ണമായി ഞാൻ യോജിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ലെന്നും പാർട്ടി തന്നെ തിരുത്തി. അത് M.M. മണി മാത്രമല്ല, അത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് പറഞ്ഞു. പാർട്ടിയുടെ നിലപാടല്ലെന്ന് പറഞ്ഞു. അത് ബാധകമല്ലേ? ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പേരാണ് അതിന് മറുപടി. അത് ബാധകമല്ലേ എന്ന് ചോദിച്ചാൽ തിരുത്തി എന്നാണ് അതിന് മറുപടി. പക്ഷേ പറയുന്നത് എങ്ങനെയാണ്? പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാവിന് പാവപ്പെട്ടവന്റെ മുഖത്ത് ചോദിക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ്. രണ്ടാമത്തെ കാര്യം, അപ്പോ പാർട്ടി അതിൽ തിരുത്തിയ കാര്യമാണ്. ഞാനത് അവിടെ വിടുന്നു. കാരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഏതെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടെന്ന് മാധുവിനോ സ്മൃതിക്കോ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു ക്ലാരിറ്റി കുറവില്ല. ഞാൻ പറഞ്ഞത് ഇതാ പിടിച്ചോ ഔദാര്യം എന്ന വാചകത്തിൽ പറയുകയല്ല. ഔദാര്യമാണ് എന്ന് തോന്നിക്കുന്ന പ്രതികരണങ്ങളാണ് എല്ലാ ഘട്ടത്തിലും. ഏത് പ്രതികരണം ഏതാ നേതാവിനെ ഇല്ല, എല്ലാ നേതാക്കളും ഇല്ല, നമ്മുടെ ചർച്ചകളിൽ വരുന്ന നേതാക്കളുടെയായാലും ചർച്ചകളിൽ സംസാരിക്കുന്ന നേതാക്കളുടെയായാലും ഞാൻ ആരും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കില്ല. ഞാൻ പറഞ്ഞത് ഏകപക്ഷീയമായി അങ്ങേക്ക് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. ഞാൻ എന്റെ അഭിപ്രായം എനിക്ക് തോന്നിയ കാര്യം ഡോക്ടർ എനിക്ക് തോന്നാനുള്ള കാര്യം ഒരു സമീപനമാണ്. ആ സമീപനത്തിൽ 1, 2, 3 എന്ന നേതാക്കളല്ല, അതൊരു പൊതു സമീപനമായി സ്വഭാവമായി ഒരു പാർട്ടിക്ക് ഒരു സ്വഭാവമായി അത് മാറിയിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഇല്ല. ഞാൻ ഒരാളുടെ പേര് പറയാം. ഇല്ല, ഒന്നാമത്തെ പിണറായി വിജയൻ എന്ന നേതാവിൽ തുടങ്ങുന്നു. പിണറായി വിജയൻ എന്ന നേതാവിൽ തുടങ്ങുന്നു പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലേ? പിണറായി വിജയൻ എന്ന നേതാവിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല.
പെൻഷൻ കൊടുക്കുന്നു എന്ന് പരസ്യപ്പെടുത്തുന്നതാണോ അത്? 24 മണിക്കൂറും പരസ്യപ്പെടുത്തണ്ടെന്നേ. എല്ലാ ദിവസം 4 നേരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഇവിടെ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. ചോദ്യങ്ങളോടുള്ള എങ്ങനെ പ്രതികരണം? ചോദ്യങ്ങളോട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ? ഒരു ചോദ്യം ചോദിക്കാൻ ഒരു മാധ്യമപ്രവർത്തനം കഴിയില്ല. ഇവിടെ ചോദ്യം പ്രശ്നമാണ്. ചോദ്യം ചോദിക്കുന്നവരോട് ബഹളം അങ്ങനെയാണ് വെക്കുന്നത്. ചോദ്യം അസഹിഷ്ണുത സ്മൃതി മുക്കിന് പറഞ്ഞു സർക്കാർ ഔദാര്യമാണെന്ന് പറഞ്ഞു. അങ്ങയുടെ ഈ ഭാഷ തന്നെയാണ്, ഈ വർത്താനാണെന്നേ, ഈ വർത്താനം ഈ ടോണും തന്നെയാണെന്നേ. നിങ്ങൾക്ക് ചോദ്യം പറ്റില്ല. ജനങ്ങളുടെ ഒന്നാമത് മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമല്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ പറ്റില്ലെന്നേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ല. നിങ്ങളെ നന്നായി പുകഴ്ത്തി സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് എത്ര വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. ഇല്ല, പ്രതിപക്ഷ എല്ലാ ഘട്ടത്തിലൊന്നുമില്ല. നിങ്ങൾ ടാർഗറ്റ് ഉള്ള ഒരേ ഒരു ചോദ്യം, അതേപോലെ ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് സാധിക്കുമോ? ദിവസങ്ങളായി വയനാടാണ് വിഷയമെന്ന മട്ടിൽ പ്രതിപക്ഷ നേതാവിനോടും സണ്ണി ജോസഫിനോടും എല്ലാ വാർത്താ സമ്മേളനവും ഒരൊറ്റ ചോദ്യം ചോദിക്കുക എന്നുള്ള അജണ്ടയുമായി 1-2 പേര് വരുന്നു. അത് തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരുപക്ഷേ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മതിയാവില്ല. നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സർക്കാർ കൊടുത്തോ വീട്, താമസിക്കാൻ തുടങ്ങിയോ? നിങ്ങൾ വരൂ കേട്ടോ. സ്റ്റേജ് മാരേജ് 13 പേരെ കൊണ്ട് വീടിന്റെ പ്ലാൻ ഉണ്ടോ സ്മൃതി കോൺഗ്രസിന്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. ഒന്നാമത്തെ കാര്യം ഇതാണ് പ്രശ്നം. ഒന്നാമത്തെ കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടി താരതമ്യം ചെയ്യുന്ന എന്തൊരു ബുദ്ധിമോശമാണ്. നിങ്ങളുടെ പ്ലാനാണിത്. കാരണം ഇത് മാത്രം ചോദിക്കുക, ഇതാണ് കേരളത്തിലെ പ്രശ്നം എന്നുള്ള അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കോടിക്കണക്കിന് രൂപ, ഞാനും നിങ്ങളും അടക്കം കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് നൽകിയിട്ടും വീട് പണിത് കൊടുത്തു, അതിലേക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ നിമിഷം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് 13 പേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നമിക്കുക, കാലിൽ തൊട്ട് വന്നിക്കുക, എന്നിട്ട് വരൂ അവിടെ 130 പേര് അവിടെ ദുരന്തബാധിതരായ ആൾക്കാർ കോൺഗ്രസിന്റെ വീട് പ്രതീക്ഷിച്ച് വാടക വീട്ടിൽ കഴിയുന്നുണ്ട്. അവരെ കുറിച്ച് സ്മൃതിക്ക് ഒരാശങ്കയില്ലല്ലോ. വീടിന്റെ പ്ലാൻ ആയിട്ടില്ല സ്മൃതി. ആ 130 പേര് എന്ത് ചെയ്യണം? ഖജനാവിൽ, ഈ കോൺഗ്രസിന്റെ ഖജനാവിൽ പണമുണ്ടോ? എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വീട് പണി തുടങ്ങിയെന്ന്? പിന്നെന്താ KPCC പ്രസിഡന്റ് പറഞ്ഞത് വീട് പണിക്കുള്ള പൈസ ഇല്ലെന്ന്? ഇതൊക്കെ പിന്നെ വിശദീകരിച്ചതാണ്. ആര് വിശദീകരിച്ചു? ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഇന്നലെ വരെ എന്താണ് പ്രതീതി നിർമ്മാണം? ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാടാണോ വിഷയം എന്നുള്ള തെളിവ് നോക്കിക്കോ. വയനാട് എനിക്കൊരു കാര്യമുള്ളൂ. വയനാട് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ വയനാട് ദുരന്തബാധിതരെ ഇതേപോലൊരു ടൗൺഷിപ്പിൽ ഈ നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ കയറ്റുമായിരുന്നോ? സ്മൃതിക്ക് ഉറപ്പുണ്ടോ?
എനിക്ക് ഉറപ്പുണ്ടോന്ന് വെച്ചാൽ ജനം ഉറപ്പുണ്ടോ? സ്മൃതിക്ക് ഉറപ്പുണ്ടോ? കൊടുത്തേ പറ്റൂ, ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ കൊടുത്തിട്ടില്ല. പിന്നെ, ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് ഒരു നിമിഷം സാർ, ബീഹാറിൽ വലിയ പ്രളയമുണ്ടായി. ബീഹാറിലെ കാര്യങ്ങൾ ഞാൻ കേരളത്തിലെ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളെ കാര്യമാണ്. കോൺഗ്രസ് ഭരിച്ച ഗുജറാത്തിലെ ലാത്തൂരിലെ ഭൂകമ്പത്തിന് ശേഷം എനിക്ക് തർക്കമില്ല. എനിക്ക് കേരളത്തിലെ എന്താണ്? ഇല്ല, കേരളത്തിലെ നിങ്ങൾക്ക് അവസരം വരുമ്പോൾ നിങ്ങൾ ഉടനെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകും. അതല്ലേ വിശകലനം. അവിടെയൊക്കെ കോൺഗ്രസ് പലരും BJP-യിലേക്ക് പോയ കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ കാര്യം ഓഖി വീടുകൾ ഒന്ന് നോക്കൂ. ഓഖി വീടുകളും ഈ വയനാട് പുനരധിവാസത്തിന് വീടുകളും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റും? നിങ്ങൾ എങ്ങനെയൊക്കെയാ താരതമ്യം ചെയ്ത്? എങ്ങനെയെങ്കിലും ആ ഓഖിയിലെ വീട് കണ്ടിട്ടുണ്ടോ? നമ്മളുടെ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർമ്മിച്ചു കൊടുത്ത ഓഖിയുടെ വീടുകൾ, സുനാമി ബാധിതരായിട്ടുള്ളവരുടെ വീടുകൾ എങ്ങനെ ഇരിക്കുന്നറിയോ? എന്റെ അവസ്ഥ വളരെ മോശമാണ്. ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പല വീടുകളിലും. അതാണോ ഇപ്പോൾ വയനാട് ടൗൺഷിപ്പിൽ നിർമ്മിച്ചു കൊടുത്ത വീട്? ടൗൺഷിപ്പിലേക്ക് കയറി താമസിക്കട്ടെ, അതുവരെ നോക്കൂ. ആ വീട് അവിടെ സജ്ജമാണ്. ഇത് നോക്കൂ, ഇങ്ങനെ മേനി പറയാതിരിക്കും. അത് കയറി താമസിക്കുമ്പോഴേ അത് പൂർണ്ണമായും വീട് കൊടുത്തു എന്ന് അർത്ഥമാകുന്നുള്ളൂ. പിന്നെ താമസിക്കട്ടെ, വെള്ളവും വെളിച്ചവും ആയിട്ടില്ല. എന്താണ് താമസം? 2 വർഷത്തിൽ ഇത്രയും സമയം എടുത്ത എങ്ങനെയാണ്? 2 വർഷമോ? എന്നാ ഭൂമി കിട്ടുന്നത്? കേസ് അവസാനിക്കുന്നത്? കേസ് അവസാനിച്ച് പൈസ കെട്ടിവെക്കുന്നത്? ഇത്രയും വേഗം നിർമ്മാണം നടന്ന ഒരു പുനരധിവാസ ടൗൺഷിപ്പിന്റെ പേര് സ്മൃതിക്ക് പറയാം. ശരി, കേസുള്ള ഭൂമി തന്നെ എടുക്കണം ആരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഭൂമി തീരുമാനിച്ചല്ലേ? ഭൂമി വേണ്ടേ? ഇത്രയും വലിയ ഭൂമി നമ്മൾ ഇവിടുന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പ്ലാൻ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം കയ്യിൽ നിന്ന് ചില്ലി കാശ് വെച്ചൊരു വീട് ഇതേവരെ കൊടുത്തിട്ടില്ല. ഒരു വീട് പ്ലാൻ നടന്നിട്ടില്ല. കടക്കുമ്പോഴും വയനാട് തന്നെ പറയാനുള്ള ആരോപണത്തിൽ വിധേയനായ പ്രതിപക്ഷവും അഴിമതി ആരോപണം ഇല്ലാത്ത ഭരണപക്ഷവും തമ്മിലായിരുന്നു ഇത്തവണ പോരാട്ടം. അഴിമതിയില്ല നിങ്ങൾ പറയുന്നു. ഈ ഹോർഡിങ്ങളുടെ പൈസ എടുക്കുന്നേ, ഹോർഡിങ്ങളെ കണക്കെടുക്ക്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വെക്കുന്നതല്ലേ? ഇത് തെരഞ്ഞെടുപ്പിൽ വെക്കുന്നതല്ലേ? ഇലക്ഷൻ കമ്മീഷൻ വെക്കുന്നതല്ലേ? ഇലക്ഷൻ കമ്മീഷൻ വെക്കുന്നതല്ലേ? പൈസ ഇലക്ഷൻ കമ്മീഷൻ വെക്കുന്നതല്ലേ? സ്ഥലത്ത് ഹോർഡിംഗ് മീറ്ററിന് 100 മീറ്ററിന് ഹോർഡിംഗ് എങ്ങനെയാണ്? പുതിയുഗ യാത്രയുടെ പൈസ എവിടുന്ന? ശരി, സർക്കാരാണല്ലോ. പുതിയുഗ യാത്രയുടെ പൈസ എവിടുന്ന? എന്ത് പുതിയുഗ യാത്രയുടെ പരസ്യം എവിടുന്ന? പുതിയുഗ യാത്രയുടെ പരസ്യത്തിന് ചെലവ് എവിടുന്ന? മനസ്സിലായില്ല. പുതിയുഗ യാത്ര വി.ഡി. സതീശൻ നടത്തിയല്ലോ. മുക്കിനല്ല, ജംഗ്ഷൻ മാത്രമല്ല, കടയ്ക്ക് മുന്നിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഓരോ 100 മീറ്ററിലും കാണാം പുതിയുഗ യാത്രയുടെ പരസ്യം. അത് എവിടെ നിന്ന്? അത് പറയൂ. അതേപോലെ തന്നെയാണ്, പാർട്ടിയുടെ ചെലവിൽ തന്നെയാണിത്. പാർട്ടിയുടെ ചെലവിലാണോ? എന്താ സംശയം? അതായത് ഞാൻ അങ്ങനെ ആവശ്യം കൊണ്ടല്ലേ പറഞ്ഞുതരാം. PRD ഇവിടെ സർക്കാരിന്റെ പരസ്യങ്ങൾ കൊടുക്കാൻ 1 മാസം കൊടുത്ത ഹോർഡിങ്ങൾ നിമിഷങ്ങൾക്കകം അതിനുശേഷം ഇത് പിണറായി വിജയന്റെ പടമായി മാറുന്നത്. ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിക്ലെയർ ചെയ്ത് അന്ന് തുടങ്ങി കേരളത്തിലിരിക്കുന്ന മുഴുവൻ ഹോർഡിങ്ങുകളും എണ്ണപ്പെടും. അതിൻ്റെ മുഴുവൻ ബഡ്ജറ്റും ഈ പറയുന്ന LDF കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് എന്ത് വെച്ചു എന്നുള്ളത് പ്രശ്നമല്ല. അതിനുശേഷം വായിച്ച മുഴുവൻ ഹോർഡിങ്ങുകളും എണ്ണപ്പെടും. ഒരു ഹോർഡിംഗ് അല്ല, ഓരോ സ്ഥാനാർത്ഥിക്ക് ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുന്നുണ്ടല്ലോ. അത് പിണറായി വിജയന്റെ ആയാലും കുഴപ്പമില്ല, സ്ഥാനാർത്ഥിന്റെ ആയാലും കുഴപ്പമില്ല, ആരെയും കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടോ? അതെ, അപ്പൊ 100 മീറ്ററിൽ ഇത്രയും ഹോർഡിങ്ങുകൾ വന്നിരിക്കുന്നത് പാർട്ടി പൈസയാണെന്നേ. പാർട്ടിന്റെ പണമാണ്. ദിവസങ്ങൾ കഴിഞ്ഞ് 100 മീറ്ററിലില്ല, 100 മീറ്ററിൽ ഒരു ഹോർഡിംഗ് ഇല്ല. എന്താണ് ഹോർഡിംഗ്? അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ 100 മീറ്ററിൽ ഇത്രയും വലിയ ഹോർഡിംഗ് ദേശീയ പത്രങ്ങളിൽ 3 ദിവസം ഫ്രണ്ട് ജാക്കറ്റ് പേജിൽ വന്നില്ലേ കോൺഗ്രസിന്റെ പരസ്യം? അതെല്ലാം വന്നിട്ടുണ്ടല്ലോ. അത്ര തന്നെ ഉള്ളൂ. കേരളം മുഴുവൻ. എന്താണെന്നറിയോ, ഈ LDF വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞൊരു പരസ്യം ഉണ്ടായിരുന്നു 2016. കേരളത്തിൽ ഇതിനേക്കാളും കൂടുതൽ ഹോർഡിംഗ് വെച്ചിരുന്നു. അന്ന് പിണറായി വിജയൻ സർക്കാർ ഭരിച്ചിട്ടാ ആണോ? കേരളത്തിൽ മുക്കിന് LDF വരും എല്ലാം ശരിയാവും പറഞ്ഞ പരസ്യം വെച്ചു. അത് സർക്കാരിന്റെ പൈസയായിരുന്നോ? വെച്ചായിരുന്നോ? ഇതാണ് പ്രതീതി നിർമ്മാണം. എങ്ങനെയാണ് ഈ ഒരു നുണ സത്യമാക്കാൻ വേണ്ടിയിട്ട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. Meet the editors.